തേർഡ് മൂവി റിവ്യൂല് ഞാൻ പറയാൻ പോകുന്നത് 2009 പുറത്തിറങ്ങിയ ലാലേട്ടൻ ചിത്രമായിട്ടുള്ള ഇവിടം സ്വർഗമാണെന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ്. ഈ സിനിമയുടെ ജോണറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഫീൽ ഗുഡ് ഡ്രാമ കാറ്റഗറിയിൽ വരുന്ന ഒരു സിനിമയാണ്. ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത് റോഷൻ ആൻഡ്രൂസ് സാറാണ്. പുള്ളിക്കാരന്റെ ഡയറക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പുള്ളിക്കാരൻ ഈ സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരന്റെ മറ്റു വർക്കുകളാണ് സല്യൂട്ട്, ഉദയനാണ് താരം, കായംകുളം കൊച്ചുണ്ണി, മുംബൈ പോലീസ്, നോട്ട്ബുക്ക് എന്ന് പറയുന്ന സിനിമകളൊക്കെയാണ് പുള്ളിക്കാരന്റെ മറ്റു വർക്കുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയുടെ റൈറ്ററെ കുറിച്ച് പറയുകയാണെങ്കിൽ ജെയിംസ് ആൽബർട്ട് എന്ന് പറയുന്ന റൈറ്ററാണ് ഈ സിനിമ എഴുതിയിട്ടുള്ളത്. പുള്ളിക്കാരന്റെ എഴുത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫീൽ ഗുഡ് ഡ്രാമയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ എലിമെന്റ്സും പുള്ളിക്കാരന്റെ സ്ക്രിപ്റ്റിലുണ്ട്. അത് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നീട് പുള്ളിക്കാരന്റെ മറ്റു വർക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരന്റെ മറ്റു വർക്കുകളാണ് ക്ലാസ്മേറ്റ്സ്, വെനീസ് വ്യാപാരി, അതുപോലെ തന്നെ സൈക്കിൾ, ജവാൻ ഓഫ് വെള്ളിമല എന്ന് പറയുന്ന സിനിമകളൊക്കെ. അതുപോലെ തന്നെ പുള്ളിക്കാരൻ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫഹദ് ഫാസിൽ സാർ അഭിനയിച്ചിട്ടുള്ള മറിയമുക്ക് എന്ന് പറയുന്ന സിനിമ. പുള്ളിക്കാരന്റെ സൈക്കിൾ എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്കായി നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. സോ കാണാത്തവര് തീർച്ചയായിട്ടും കയറി കാണുക. പിന്നീട് സിനിമയുടെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് ഗോപി സുന്ദർ സാറും മോഹൻ സിത്താര സാറുമാണ്. മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമയിൽ ഗോപി സുന്ദർ സാർ ചെയ്തിട്ടുള്ള കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ തന്നെ ഒരു സോങ് ഒക്കെ ഉണ്ട്. എനിക്ക് പേഴ്സണലി ഒന്നും കൂടെ, അതായത് മോഹൻ സിത്താര സാർ ചെയ്തതിനേക്കാളും എനിക്ക് ഒന്നും കൂടെ ഇഷ്ടപ്പെട്ടത് ഗോപി സുന്ദർ സാർ ചെയ്തിട്ടുള്ള വർക്കാണ്. കാരണം ഈ സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഏറ്റവും കൂടുതൽ മനസ്സിൽ നിൽക്കുന്നത് ഗോപി സുന്ദർ സാർ ചെയ്തിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അടുത്ത സിനിമയുടെ കാസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ടുള്ളത് ലാലേട്ടൻ, തിലകൻ ചേട്ടൻ, ശ്രീനിവാസൻ സാറ്, അതുപോലെ തന്നെ ജഗതി ചേട്ടൻ, ഇന്നസെന്റ് സാറ്, സുകുമാരി അമ്മ, ശങ്കർ സാറ്, ലാലു അലക്സ് സാറ്, കവിയൂർ പൊന്നമ്മ ചേച്ചി, ലക്ഷ്മി റായ്, അതുപോലെ തന്നെ ലക്ഷ്മി ഗോപാലസ്വാമി മേഡം എന്നിങ്ങനെ അടങ്ങുന്ന ആർട്ടിസ്റ്റുകളാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നീട് സിനിമയുടെ കഥാപാത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ അവതരിപ്പിച്ച മാത്യൂസ് എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് ഒരു ഫാം ഉണ്ട്. പുള്ളിക്കാരന്റെ അച്ഛനായിട്ടുള്ള ജെർമിയാസ് എന്ന് പറയുന്ന നമ്മുടെ തിലകൻ ചേട്ടൻ അവതരിപ്പിച്ച ക്യാരക്ടറിന്റെ പേരിലാണ് ഈ ഒരു ഫാം അറിയപ്പെടുന്നത്. ഈ ഫാമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ മനോഹരമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സ്വർഗതുല്യമായിട്ടുള്ള, ഈ സിനിമയുടെ പേര് പോലെ തന്നെ ഇവിടം സ്വർഗമാണെന്ന് പറയുന്ന പോലെ തന്നെ ഒരു സ്വർഗതുല്യമായിട്ടുള്ള ഫാമാണ്. ഈ ഫാം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലാലു അലക്സ് സാർ അവതരിപ്പിച്ച ആലുവ ചാണ്ടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരികയാണ്. അങ്ങനെ പുള്ളിക്കാരൻ പല രീതിയിലും ഈ ഒരു ഫാം തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അതിനെ നിയമപരമായിട്ട് എന്താ പറയാ ചെറുക്കാൻ ശ്രമിക്കുന്നതൊക്കെയാണ് ഈ ഈ ഒരു സിനിമയുടെ കഥാപശ്ചാത്തലം എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു മസ്റ്റ് വാച്ചബിൾ മൂവി എന്നൊന്നും ഞാൻ പറയില്ല. ലാലേട്ടന്റെ പഴയ ഫീൽ ഗുഡ് മൂവികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കണ്ടിട്ടില്ലാത്തവർ ഈ സിനിമ കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇനി ഈ സിനിമ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ സിനിമ യൂട്യൂബിൽ അവൈലബിൾ ആണ്. സോ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.